ഹായ് ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ കണ്ടിട്ട് കുറേ ദിവസമായില്ലേ. കുറേ ആൾക്കാർ വീഡിയോയിൽ ചോദിക്കുന്നുണ്ട്, അല്ലാതെ തന്നെ മെസ്സേജ് അയച്ചിട്ടൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്താ വീഡിയോ ചെയ്യാത്തത് എന്നുള്ളത്. അപ്പം ഞാൻ ഇന്നാൾ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ഫീവറൊക്കെ ആയിട്ട് ഗ്ലൂക്കോസും കാര്യങ്ങളൊക്കെ ഇടുന്ന ആ ഒരു പിക്കൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം എന്താണ് ഞാൻ വീഡിയോ ഇടാത്തതിൻ്റെ കാരണമൊക്കെ വീഡിയോയിൽ വിശദമായിട്ട് പറയാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ദിവസത്തെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ എനിക്ക് പനി വരുന്ന അന്നത്തെ രാവിലത്തെ വിശേഷമാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ. രാവിലെ തന്നെ മോനെ പറഞ്ഞേക്കാനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആക്കുന്നുണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പത്തിരിയും പിന്നെ നമ്മളെ ബാജിക്കറി ആയിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ചിക്കൻ ഉണ്ടായിരുന്നു, അത് പൊരിച്ച് കഞ്ഞിയൊക്കെ കൂട്ടി കുടിച്ചു കേട്ടോ. കാരണം തീരെ വയ്യ, എന്തൊക്കെ ഒരു മാതിരി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അന്ന് അവിടുന്ന് 2 ദിവസം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കേട്ടോ. അങ്ങനെ ട്രിപ്പിട്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ കൗണ്ട് കുറവാന്നൊക്കെ പറഞ്ഞ് പോന്നു. പിന്നെ എത്ര ആയിട്ട് പനി കുറയുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോന്നു. വീട്ടിൽ പോന്നതിന് ശേഷം പിന്നെയും പനിച്ചപ്പം ഒന്നും കൂടി കൊണ്ടുപോയി കാണിച്ചു കേട്ടോ. അടുത്തുള്ള EMS ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഡോക്ടർ ടെസ്റ്റ് ചെയ്തപ്പം മഞ്ഞപ്പിത്തം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അഡ്മിറ്റാക്കി ഒരു 3-4 ദിവസം അഡ്മിറ്റായിരുന്നു. പിന്നെ ഗ്ലൂക്കോസും അതുപോലെ സൂചിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ഈ ഒരു മുസമ്പിയും കാര്യങ്ങളൊക്കെ ഭയങ്കര ക്ഷീണമാണ്, തൊള്ളക്കൊക്കെ ഭയങ്കര എന്തോ മാതിരിയാണ് കേട്ടോ. അപ്പോൾ അതാ മുസമ്പി കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഞാൻ ഒരു ദിവസം മോൾ എൻ്റെ കൂടെ ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ 2ാമത്തെ ദിവസം രാത്രി മാത്രം കൊണ്ടുവന്ന് പിറ്റേന്ന് പോവലാണ്. അങ്ങനെ ഇതാ 2-3-4 ദിവസത്തെ ഹോസ്പിറ്റൽ വാസം കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാത്രി എൻ്റെ കൂടെ ചെറിയ നിന്നത്, പകലും ഇടയ്ക്ക് ചെറിയ നിൽക്കും, ഇല്ലെങ്കിൽ ആങ്ങളെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ വീട്ടിൽ ഉമ്മാൻ്റെ അടുത്ത് മക്കളാക്കിയതുകൊണ്ട് വേറെ ആരും അങ്ങനെ, പിന്നെ മഞ്ഞപ്പിത്തൊക്കെ ആയതുകൊണ്ട് നമ്മളാരും അങ്ങനെ വിളിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഇതാ വന്നതിന് ശേഷം വേഗം റസ്ക്കും ചായയും കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തൊള്ളക്ക് എന്തോ ഒരു മാതിരി രുചിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട്, പിന്നെ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ എണ്ണക്കടികളോ കാര്യങ്ങളൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ. ശരിക്കും ഞാൻ കഞ്ഞിമലാണ് കേട്ടോ ജീവിച്ചിട്ടുണ്ടായിരുന്നത് 2-3-4 ദിവസം. പിന്നെ എന്താ ഉമ്മ നമ്മൾ എണ്ണയിലൊന്നും ഉണ്ടാക്കാത്ത അട ഉണ്ടല്ലോ, അത് തേങ്ങയും ശർക്കരയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഉമ്മ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയട്ടോ ഉമ്മ ഉണ്ടാക്കി തരുന്നത്. അങ്ങനെ അതുണ്ടാക്കി തന്നു കേട്ടോ. കാരണം എന്തെങ്കിലും ഇഷ്ടപ്പെട്ട് കഴിക്കാനുള്ള ഒരു ആഗ്രഹമായിരിക്കും കേട്ടോ നമുക്ക് വയ്യാതായിട്ടുണ്ടെങ്കിൽ. അങ്ങനെ ഇതാ അടയും ചായയും കാര്യങ്ങളൊക്കെ കഴിച്ചു. പിന്നെ ഉള്ള വീഡിയോ നമ്മളെ പെരുന്നാളിൻ്റെ അന്നത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എനിക്ക് വയ്യാത്തതുകൊണ്ട് ഞങ്ങളെ വീട്ടിലേക്ക് പോയിട്ടില്ല, എൻ്റെ വീട്ടിൽ തന്നെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ രാവിലെ ഇതാ ഞാനും എണീറ്റിട്ടുണ്ട്. പിന്നെ ഇഷുവിനെ വേഗം ഉമ്മ കുളിപ്പിച്ച് പറഞ്ഞയച്ചു കേട്ടോ. അപ്പോൾ പിന്നെ തലയൊക്കെ തോത്തിയിട്ട് അവനെ വേഗം പള്ളിയിലേക്ക് പറഞ്ഞേക്കാനുള്ള ഒരു കനത്തിലാണ്. അവൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ തലേന്ന് തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം പെരുന്നാൾക്ക് അങ്ങനെ ഡ്രസ്സും കാര്യങ്ങളൊന്നും ആർക്കും എടുത്തിട്ടില്ല. എടുക്കാത്തത് ഒന്നാമത് നമ്മളിങ്ങനെ വയ്യാതൊക്കെയാണ്. പിന്നെ അടുത്ത മാസം ഒരു കല്യാണം ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ അന്നേക്ക് എടുക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളിപ്പം തന്നെ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ ഞാൻ എല്ലാവരും പള്ളിക്ക് പോയപ്പോൾ ഉമ്മാക്ക് ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ തുടക്കുക അടിച്ചാൽ ഇങ്ങനത്തെ പരിപാടി മാത്രമേ ഉമ്മക്ക് ചെയ്ത് കൊടുക്കലുള്ളൂ. പിന്നെ ഫുള്ള് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇവിടെ നിൽക്കുന്നത്. അങ്ങനെ അന്ന് പെരുന്നാൾക്ക് പായസം കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സേമിയത്തിൻ്റെ മിക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനോടാണ് പായസം ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ ഇത്ര മാത്രം പായസം കുടിച്ചു കേട്ടോ. കാരണം കുടിക്കാതെ വെക്കാൻ തോന്നുന്നില്ല. നമ്മൾ വറവിടുന്നതിൻ്റെ മുമ്പുണ്ടല്ലോ, അങ്ങനെ കുടിച്ചാണ് കേട്ടോ. പിന്നെ അന്നത്തെ ഫുഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മന്തിയായിരുന്നു. പിന്നെ ഇതൊന്നും എനിക്ക് എന്തായാലും കഴിക്കാൻ പറ്റൂല കേട്ടോ. നമ്മൾ സാധാ കഞ്ഞിയോ അല്ലെങ്കിൽ വെറുംചോറോ അല്ലെങ്കിൽ ചെറുപയർ മമ്പയർ അങ്ങനത്തെയൊക്കെ ഫുഡാണ് കേട്ടോ. പിന്നെ രാത്രി ചെറി വന്ന സമയത്ത് ചെറിക്കുള്ള ഫുഡ് ഉണ്ടാക്കിയത് നെയ്ച്ചോറായിരുന്നു. പിന്നെ ഉച്ചയത്തെ മന്തിയും കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെയാണ്. പിന്നെ ചിക്കൻ പൊരിച്ചത്, പിന്നെ ഞാൻ പറഞ്ഞല്ലോ മന്തി, പിന്നെ ഇതിലേക്ക് നെയ്ച്ചോറിലേക്ക് ചിക്കൻ കറിയാണ് കേട്ടോ. നെയ്ച്ചോറിലേക്ക് പിന്നെ ബീഫ് വരട്ടിയതും ഉണ്ടായിരുന്നു, പപ്പടം ഉപ്പേരി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ രാത്രി പെരുന്നാളിൻ്റെ അന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് രാത്രി പോയി. പിന്നെ തിരിച്ച് ഞാൻ ഡോക്ടറൊക്കെ കാണിച്ചു കേട്ടോ. ഡോക്ടറെ കാണിച്ച് ടെസ്റ്റ് ചെയ്തു, നോർമലായിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്ന്
അങ്ങനെ പോരുന്ന സമയത്തുള്ള കുറച്ച് എന്താ പറയുക കാര്യങ്ങളൊക്കെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാ ഞാൻ അവിടെ എത്തിയിട്ട് ഒന്ന് പതുക്കെ വീഡിയോ ചെയ്ത് തുടങ്ങാൻ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ തന്നെ നെയ്നൂനൊക്കെ മാറ്റി നമ്മളെ ലഗേജും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കിട്ടോ. പിന്നെ ഉമ്മ എന്തൊക്കെയൊക്കെ കൊടുത്തേക്കുന്നുണ്ട്, അതെന്താണെന്നൊന്നും ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ വീട്ടിലെത്തിയിട്ട് നോക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ കൂടെ ബ്രദറും കൂടിയും പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എന്താ തിരിച്ചു പോവാണ് കേട്ടോ. അപ്പോൾ ഇനി അവിടെ എത്തിയിട്ട് ഇൻഷാ അല്ലാ നമ്മൾ പതുക്കെ വീഡിയോ ചെയ്ത് തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ, അസ്സലാമു അലൈക്കും.